വിഷു. എന്തായാലും എന്താണ് വിഷു ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അങ്ങനെ ഞാനിപ്പോ എണീറ്റു. ഞാൻ ആദ്യം എണീറ്റിട്ട് കണി കണ്ടു കേട്ടോ. എന്നിട്ടാണ് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ട് വീണ്ടും എണീറ്റു. കാര്യം എനിക്ക് ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് അത്രയും കണി കണ്ടിട്ട് പിന്നെ കിടന്നുറങ്ങരുത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഉറങ്ങി, എനിക്ക് വയ്യായിരുന്നു. സോ ഞാനിപ്പം കുളിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ ആദ്യം നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഞാൻ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല വെട്ടമുള്ള വെളിച്ചമാണ്. പക്ഷേ ഇന്ന് നല്ല വെട്ടമുള്ള ദിവസമാണ് കേട്ടോ. ഇത് നമ്മൾ കണി ഒരുക്കിയതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നേരെ കിച്ചണിലോട്ട് പോവാണ്. ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശമില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. വീറ്റബീക്സ് കഴിക്കാനാണ് എൻ്റെ ഉദ്ദേശം. വീറ്റബീക്സിന് ഒരു ബൗൾ വേണം. അപ്പം എൻ്റെ വീട്ടിലോട്ട് ശരിക്കും വരുന്നത് ഒരു മലയാളി കുട്ടി തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ നൈജീരിയയിലുള്ള എൻ്റെ ഫ്രണ്ടിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാർക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാർക്ക് ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് ആൾക്കാർ വേണമെന്നില്ലോ. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പൊ അടുത്ത വർഷം ജീവിച്ചിരിക്കും ഇല്ലയോ ഒന്നും അറിയില്ല, എന്തിനാണ് ചുമ്മാ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ശരിക്കും കൂടാറുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഇന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കൂടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു കുഞ്ഞതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാന്ന്. ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഞാൻ എന്റെ ഫ്രണ്ടിന് ഒരു സാരി മേടിച്ചോണ്ട് വന്നു. അത് ശരിക്കും വിഷു ലുക്ക് ചെയ്തിടണം എന്നും പറഞ്ഞിട്ട് മേടിച്ചോണ്ട് വന്നതാണ്. പക്ഷേ വിഷു ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന പ്ലാൻ ആയപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു വിഷുവിന്റെ അന്ന് സാരി കൊടുക്കുക, അതാണല്ലോ ഒരു മര്യാദ. ശരിക്കും ഇന്നലെ കുറെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യക്ക് വേണ്ടിയിട്ട്. സോ ഇനി എനിക്ക് ആകെ വെക്കാനുള്ളത് സാമ്പാറും പിന്നെ ചോറും പിന്നെ പപ്പടം വറുക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്ത് വെച്ചിട്ടേ ഞാൻ പോയി റെഡി ആവണുള്ളൂ. സോ ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ കൂടെ കിച്ചണിൽ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കണം. അതുപോലെ ചോറ് വെക്കാനുണ്ട്, സാമ്പാർ വെക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്ക് ഉണ്ട് കേട്ടോ. ഈ പായസമൊക്കെ ഞാൻ ശരിക്കും ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഇത്തിരി പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിച്ചു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് സാമ്പാർ പരിപ്പ് ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാമ്പാർ പരിപ്പല്ല, മറ്റേ ടൈപ്പ് പരിപ്പാണ്. എനിക്ക് ഈ പരിപ്പാണ് കേട്ടോ ഇഷ്ടം. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ രണ്ടാമത് ഇത് വെച്ച് വേവിക്കണം, നമുക്ക് വെച്ച് വേവിക്കാം. അപ്പൊ സദ്യയൊക്കെ ഏകദേശം സെറ്റായി. ഞാൻ വേണ്ടേ ഇനി ഈ ഇരിക്കുന്ന എന്റെ ഫ്രണ്ടിന്റെ നിന്ന് കടം മേടിച്ച സാരി കൊടുത്ത് റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഏകദേശം റെഡിയൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ വിഷു ലുക്ക് കേട്ടോ. എനിക്ക് പറ്റിയ രീതിയിലൊക്കെ ഞാൻ അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കയ്യിലുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ അങ്ങനെ എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് കോളിലായിരുന്നു, വിഷുവൊക്കെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ കുറച്ച് നേരം ഞാൻ അവളോട് സ്പെൻഡ് ചെയ്തല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. ഇതാണ് എന്റെ ഒറിജിനൽ മുടി. ഞാൻ സാധാ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിടും, ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തില്ല. ചെയ്യണില്ല. പക്ഷെ അന്നുണ്ടല്ലോ ആ എന്തോടാ അത് ചൂടാക്കണ്ട കാര്യം, അത് ചൂടാക്കാനേ അതൊരു പഴത്തിന്റെ കറിയാ. പക്ഷെ എന്തെന്നറിയാമോ, ഇത് രണ്ടും ചൂടാക്കണ്ട കാര്യം ഇത് സ്റ്റീൽ പ്ലേറ്റിലാണ് വെച്ചേക്കണേ. എല്ലാം വേവിച്ചു, സാമ്പാറിന്റെ കഷ്ണം എല്ലാം വേവിച്ചിട്ട് അപ്പോഴാലും പരിപ്പിട്ടില്ല, പിന്നെ എടുത്ത് മാറ്റിട്ട് വീണ്ടും പരിപ്പും തക്കാളി ഇട്ടില്ലായിരുന്നു, തക്കാളി ഇട്ട് വീണ്ടും ഞാൻ സെറ്റാക്കി. നമുക്ക് അച്ചാർ എടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. രണ്ടും ഇട്ടോ. എങ്ങനെ എഴുതിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? ഇങ്ങനെ എനിക്കറിയാം. ഇത് എന്നിട്ട് ഞാൻ വരാം. ചൂടായ തോന്നും. ഞാൻ വേവിച്ചു വെച്ചായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്തില്ല, പപ്പടം വരയ്ക്കാൻ മറന്നുപോയി.
ഞങ്ങൾ അവിയല് തൈര് ഇടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അവിയല് സാധാ അവിയല് പോലെ ഇരിക്കും, പക്ഷെ ഇതിൽ ഞാൻ തൈര് ഇട്ടിട്ടില്ല. കേട്ടത് ഒരു വടക്കുകാരിയും ഒരു തെക്കുകാരിയും തമ്മിലുള്ള തർക്കമാണ് കേട്ടോ. ഞാൻ കൊല്ലംകാരിയും അവള് കണ്ണൂർക്കാരിയാണ്. കേട്ടോ, ഇവിടെ ഇപ്പൊ സമയം ഒരു 1:30 ആവുന്നു കേട്ടോ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. എല്ലാം ഏകദേശം ചൂടാക്കി ഇനിയിപ്പോ അങ്ങോട്ട് എടുത്ത് വിളമ്പി വെച്ചാൽ മതിയാകും. അപ്പത്തേക്കും എല്ലാവർക്കും പറ്റുമല്ലോ. ഞങ്ങള് പപ്പടം പൊരിച്ച എണ്ണ കുറച്ചങ്ങ് കമിഴ്ന്ന് അടുപ്പയിൽ നിന്ന് ഞാൻ തുടച്ചെടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പായസം കുറച്ചുകൂടെ പാല് വെച്ചിട്ട് ഒന്ന് ആ ഒരു തിക്നെസ് ഒന്ന് കുറച്ചായിരുന്നു കേട്ടോ. അച്ചാർ ഇഷ്ടമുള്ള ആളാണോ? ഇത് വെജിറ്റബിൾ അച്ചാറാണ്. ഓക്കെ, ഇച്ചിരി മതി അച്ചാറാണ്. അച്ചാറ് ഇടാൻ വേണ്ടി അല്ലാതെ ഞാൻ ചെയ്തോളാം എഡിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നീ അവിയൽ കഴിച്ചിട്ട് പറ. ഈ അവിയൽ എങ്ങനെയാണ്? അവിയൽ എനിക്ക് നല്ലോണം കേട്ടോ, എനിക്ക് ഭയങ്കര. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന അവിയലല്ലേ ഏതായത്? മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലോ? എനിക്ക് തോന്നി ഫുഡിന് എല്ലാത്തിനും ടേസ്റ്റ് മാറുണ്ടാകാം. ഞങ്ങളുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഒന്നും ഉണ്ടാവുക. പക്ഷെ ഈ പ്രോപ്പർ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർ വെജ് നന്നായിട്ട് ഉണ്ടാക്കും. അതൊരു ഇതുണ്ട്. നമ്മൾ വെജ് നന്നാവാത്തതുകൊണ്ടാണ് നോൺ വെജ് ആഡ് ചെയ്യണത്. ഓക്കെ, ഇനി പപ്പടം വെക്കാം. എന്റെ കയ്യിൽ അങ്ങനെ ഒന്നും ഇരിക്കാറില്ല കേട്ടോ. എല്ലാം താഴെ പോകും. കുറച്ച് ചോറ് അങ്ങനെ താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തട്ടിയിട്ടതാണ് ആ ഒരു സംഭവം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സദ്യ കഴിക്കാൻ റെഡി ആയിട്ടോ. ഓക്കെ, എനിക്ക് സദ്യ വിളമ്പിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്നാണ് ഫിനിഷ് ചെയ്തത്. കാര്യം ഞാൻ സദ്യയുടെ ഒരു ഫാനാണ്. ഇനി നമുക്ക് കുറച്ച് പായസം ആവാം. വെർമിസലി ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം നമ്മുടെ അപർണ ചൈതന്യയുടെ വ്ളോഗൊക്കെ കണ്ടിട്ടിരുന്നു കേട്ടോ, അവൾ ഞാനും കൂടെ. പിന്നെ ഒരു കുറച്ചൊരു കഴിഞ്ഞപ്പോഴത്തേനും അവള് പോകുന്നു. ഞാൻ കാണിച്ചു തരാം, നീ നടക്ക്. സ്റ്റോപ്പ് ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല തണുപ്പുണ്ടല്ലോ. ഇവിടെ നിന്ന് കാണാം, ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഏതാണ് സ്റ്റോപ്പ് എന്ന് വെച്ചാല് ആ സ്റ്റോപ്പ് കണ്ടോ? അതെ, അവിടെ 2-3 പേര് നിൽക്കുന്നുണ്ട്. ഒരാൾ നിൽക്കുന്നുണ്ടോ? അതെ അതെ, അത്. ഓക്കെ, ബൈ ബൈ. ബൈ, കാണാം. നല്ല ഓക്കെ, ബൈ. ഇപ്പൊ ഇവിടെ സമയം ഒരു 2:30 ആയിട്ടോ. അങ്ങനെ എന്റെ ഫ്രണ്ട് പോയി. എന്തായാലും ഒറ്റപ്പെട്ടൊരു വിഷു ആയിരുന്നില്ല. ഇവിടെ ആരും ഇല്ലെങ്കിലും ഞാൻ വിഷു ആഘോഷിച്ചു. അതാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പം ജിമ്മിൽ പോകണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. പോണോ വേണ്ടയോ ശരിക്കും സദ്യയൊക്കെ കഴിച്ചൊരു സൈഡായിരിക്കുവാണ്. ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് നമുക്ക് നോക്കാം ജിമ്മിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണോ അല്ലേ. ഉറങ്ങിയിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോ ഇവിടെ ഇതുപോലെ ഇടും. സമാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു. ഞാൻ സദ്യയിൽ ബാക്കി വന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് നേരത്തെ വിഴുങ്ങി. അപ്പോൾ ഒന്നും ഇനി ബാലൻസ് ഇല്ല. സാമ്പാർ മാത്രമേ ബാലൻസ് ഉള്ളൂ. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോനെ വെച്ച് എടുത്ത് കളയാനായിട്ട് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പം ഞാൻ കിടക്കുന്നില്ല ഇപ്പോഴേ. കാര്യം ഒരു കാര്യം കൂടെ ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. ഇപ്പം സമയം ഇവിടെ ഒരു 8 മണിയായി. നമുക്ക് ഈ വിഷുക്കണി ഒരുക്കിയത് അതുപോലെ ഇരിക്കുവാണ്. നമുക്കതൊന്ന് മാറ്റാം എടുത്തിട്ട്.
ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സാധാ ഞാൻ വിളക്കടിക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഇത്രയും നാൾ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കുഞ്ഞ് സ്റ്റൂള് തന്നെ ഓക്കെ ആയിരുന്നു എല്ലാം കൂടെ വെക്കാനായിട്ട്. പക്ഷെ ഇപ്പം കൃഷ്ണൻ്റെ ഫോട്ടോ കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സ്റ്റൂള് കൊണ്ട് കാര്യങ്ങൾ നിൽക്കില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റൂളൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കൃഷ്ണനെ ആദ്യം വയ്ക്കാമേ. ഓക്കെ, കൃഷ്ണൻ സെറ്റായി. ഈ ഡാൻഡലൈൻസ് എല്ലാം നമുക്കെടുത്ത് കളയാം. ഓക്കെ, ഇതിവിടേക്ക് വയ്ക്കാം. നമ്മൾ കൃഷ്ണന് മാത്രമല്ലോ, നമുക്ക് വേറെ കുറച്ച് ആൾക്കാരുടെ ഉണ്ട്. ഗണപതി ഉണ്ട്, പിന്നെ എന്തായിരുന്നു ഒരു പേര്, കുബേരനോ അങ്ങനെയല്ലോ. ഞാൻ ഈ കാര്യത്തിൽ വളരെ മണ്ടിയാണ്, പക്ഷെ ഞാൻ തന്നെ അടിച്ചാണ് കേട്ടോ. അത് എനിക്ക് ക്യൂട്ടായിട്ടില്ല, കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം ഇനി ഇതാക്കാനുള്ളത് അപ്പോഴത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ഫ്രൂട്ട്സിലായിട്ട് മാറ്റാം. ഫ്രൂട്ട്സ് ഞാൻ വെച്ചു. ഇത് ഇതുപോലെ എടുത്ത് നമുക്ക് കിച്ചണിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ വിഷു 2025 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ബ്രഷൊക്കെ ചെയ്തു, മുടിയൊക്കെ ഇത് പിന്നെ ഇട്ടു. ഇനി കിടക്കാനുള്ളൊരു പരിപാടിയാണ്. ഒരു 9:30 ഒക്കെ ആവുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.